പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ചിലവിൽ എങ്ങനെ സ്വന്തമായി നമുക്ക് ഫ്രെയിം ചെയ്യാം എന്നതാണ്. അതിനായി ആദ്യം തന്നെ നമുക്കിഷ്ടമുള്ള ഒരു ഫോട്ടോ എടുത്ത് അത് നമുക്ക് ആവശ്യമായ സൈസിൽ സെറ്റ് ചെയ്യുക എന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തത് 12:8 എന്ന സൈസിലാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഏകദേശം സെറ്റായിരിക്കുകയാണ്. ഇനി അത് നമുക്ക് പ്രിൻ്റ് എടുക്കണം. ഞാൻ പ്രിൻ്റ് എടുക്കുന്ന സ്ഥാപനമാണ് ഈ കാണുന്നത്, വെബ് സിറ്റി. ഇത് ആലപ്പുഴയിലുള്ളതാണ്. ഇവിടെയാണ് ഞാൻ എപ്പോഴും പ്രിൻ്റ് അടിക്കാൻ വരാറുള്ളത്. ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രിൻറ്റിങ് മെത്തേഡും ഉള്ള സ്ഥലമാണ്. ഇവിടെയാണ് പ്രിൻ്റ് അടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫയലാണ് പ്രിൻ്റ് അടിക്കാൻ എടുത്തിരിക്കുന്നത്. ഈ ഫ്രെയിമിലാണ് ഞാൻ പ്രിൻ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. 12:8 ഫ്രെയിമാണ്. ഇതാണ് നമ്മുടെ പ്രിൻ്റ്. അപ്പോൾ പ്രിൻ്റ് നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി പോകും. ഇതാണ് നമ്മുടെ ഫ്രെയിം. ഈ ഫ്രെയിമിന് എനിക്ക് ചിലവായ പൈസ പറയുമ്പോൾ 140 രൂപയാണ്. 140 രൂപ ഫ്രെയിമിനും പ്രിൻ്റ് ഔട്ടിന് 20 രൂപയും. അപ്പോൾ മൊത്തം 160 രൂപയാണ് എനിക്ക് ചിലവായത്. അപ്പോൾ നമുക്ക് ഫ്രെയിം ചെയ്യണമെങ്കിൽ കാണാം. നമുക്ക് ഫ്രെയിം കൈ കിട്ടുമ്പോഴേക്കും ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഇതിനകത്ത് കാണും. നമ്മൾ ആദ്യം അത് റിമൂവ് ചെയ്യണം. പിന്നെ നമ്മൾ ഫ്രെയിം വാങ്ങിക്കുമ്പോഴേക്കും ഇതിനകത്ത് സ്ക്രാച്ച് വല്ലതും ഉണ്ടോയെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സ്ക്രാച്ച് വല്ലതും ഉണ്ടോയെന്ന് ശ്രദ്ധിച്ചു വേണം എടുക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം. പിന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ സ്റ്റിക്കർ കാണുന്നുണ്ട്. ഇന്ന് ഒട്ടിക്കാനുള്ള സ്റ്റിക്കറാണിത്. ഇത് മാറ്റി വെച്ചേക്കാം. നമുക്ക് ഏറ്റവും അവസാനത്തെ ആവശ്യത്തിനേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ ഓരോ ക്ലിപ്പ് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഫ്രെയിമും ഇതിൻ്റെ അകത്തുള്ളതായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ക്ലിപ്പ്. അടുത്തത് നമുക്കിത് പുറത്തോട്ട് എടുക്കണം. അപ്പോൾ ഈ ക്ലിപ്പ് നമ്മൾ പതിയെ ഒന്ന് അകത്തി കൊടുക്കണം. നമുക്ക് ഈ ക്ലിപ്പ് അകത്താൻ ശ്രമിക്കാം. ജസ്റ്റ് ഇതൊന്ന് ഫ്രെയിമിൽ പിടിച്ചിട്ട് ചെയ്യാവുള്ളൂ. ഫ്രെയിമിൽ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പതിയൊന്നും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അകന്ന് മാറുന്നതാണ്. നമ്മളെല്ലാം അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇത് പൊക്കിയെടുക്കാനും. പിന്നെ ഇതിൻ്റെ അകത്തൊരു പേപ്പർ കാണും, അതും എടുക്കുക. നമ്മുടെ സംഭവം ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുടക്കണം കേട്ടോ. നല്ല രീതിയിൽ പൊടി കാണും, അപ്പോൾ അതൊന്ന് തുടച്ച് കളയണേ. അപ്പോൾ ഇത് ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിത് ഗ്ലാസ് ക്ലീനറാണ്. ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്യുക, കുറച്ച് സ്പ്രേ ചെയ്താൽ മതി. അതിനുശേഷം ഒരു തുണി എടുത്ത് ഒന്ന് തുടയ്ക്കുക. നമ്മൾ ഏകദേശം നല്ല രീതിയിൽ തുടച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഡ്രൈ ആയ ശേഷം അതിനകത്ത് പ്രിൻ്റ് വെക്കാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ പ്രിൻറ്റിമേ വെള്ളം പിടിക്കും. അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ പ്രിൻ്റ് ഔട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം നമുക്ക്. നമ്മൾ പ്രിൻ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ഇത് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് അതിനകത്തോട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് ചുമ്മാ തുടച്ച് വിട്ടേക്കണം. അതിനുശേഷം ഇത് അതിനകത്തോട്ട് പ്ലേസ് ചെയ്യുക. ശേഷം അതിൻ്റെ കൂടെ കിട്ടിയ നമ്മൾ നേരത്തെ തുറന്നപ്പോൾ കിട്ടിയ പേപ്പർ അതും ഇതിൻ്റെ പുറത്തോടൊന്ന് വെച്ചേക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡും നോക്കണം കേട്ടോ. ഫ്രെയിം വെക്കുന്നുമ്പോൾ അതിൻ്റെ സൈഡും നോക്കിയിട്ട് എല്ലാം കൂടി തിരിഞ്ഞ് ഹാങ് ചെയ്യാനുള്ളത് നേരെ വരണമല്ലോ. അപ്പോൾ അതൊന്ന് ഇത് വെക്കുന്നുമ്പോൾ ഒന്ന് അപ്പുറത്തെ സൈഡും നോക്കിയിട്ട് വെക്കാം അവിടെ. അതിന് ശേഷം ഇത് വെക്കുക. വെച്ച ശേഷം ഒന്ന് ജസ്റ്റ് നോക്കിയേക്കുക സെറ്റായോ. ശേഷം നമ്മുടെ ഫ്രെയിം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച ശേഷം ഇനി നമ്മൾ ഈ തുറന്ന് വെച്ച ഈ ക്ലിപ്പ് അകത്തോട്ടാക്കുക. അത് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ. നല്ല രീതിയിൽ പ്രസ് ചെയ്യുക. കൂടുതൽ വെള്ളം കൊടുക്കരുത്, അപ്പോൾ താഴെയുള്ള ഗ്ലാസ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഇതിൽ പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെയുള്ളത് അടുത്ത ഈ സ്റ്റിക്കർ, അതിൻ്റെ കൂടെ കിട്ടിയ സ്റ്റിക്കർ. നമുക്ക് കുറച്ച് സ്റ്റിക്കർ കിട്ടിയായിരുന്നല്ലോ. സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് ഈ ഒരു ഇപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ഇതൊന്നും ആ വൃത്തിയോടൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിത് ഒട്ടിക്കാറില്ല, എനിക്കിത് വലിയ രസമായിട്ട് തോന്നുന്നില്ല. അതിന് പകരം ഞാൻ ചെയ്യുന്നത്
ഇങ്ങനത്തെ നമ്മുടെ സെല്ലോ ടേപ്പാണ്, ബ്ലാക്ക് കളർ സെല്ലോ ടേപ്പ്. ഇത് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇത് 1 ഇഞ്ചിൻ്റെയാണ് കേട്ടോ, 1 ഇഞ്ചിൻ്റെ സെല്ലോ ടേപ്പാണ്. ഇതിൻ്റെ കൂടിയതുണ്ട്, വലിപ്പം കൂടിയതുണ്ട്. ഞാനിപ്പോൾ 1 ഇഞ്ചാണ് മേടിച്ചിരിക്കുന്നത്. ഞാനിതാണ് ഒട്ടിക്കാറുള്ളത്, അതാകുമ്പോൾ ഇച്ചിരൂടെ കാണാൻ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഒട്ടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ എടുക്കുക, വലിച്ച് നീട്ടുക, ഒരറ്റത്ത് ഒട്ടിക്കുക. അതിൻ്റെ ഗ്യാപ്പ് കറക്റ്റ് ചെയ്ത് ഒട്ടിക്കുക കേട്ടോ. പുറത്തോട്ട് പോകരുത്, അങ്ങനെ പുറത്തോട്ട് പോകാത്ത രീതിയിൽ ഒട്ടിക്കുക. ഇവിടെ ഒട്ടിക്കുക. അതിനുശേഷം ഒരു കത്തിയെടുത്ത് ഈ വശം കട്ട് ചെയ്ത് കളയും. ശേഷം നമ്മളൊരു ചെറിയൊരു തുണി കഷ്ണം കയ്യിലെടുത്ത് ഉരക്കുക. ഇതുപോലെ തന്നെ ഈ 4 സൈഡ് നമ്മൾ അങ്ങനെ ഒട്ടിക്കണം. ഇവിടെ പുറത്തോട്ട് പോകരുത്, അങ്ങനത്തെ രീതി അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇത് കത്തി കൊണ്ട് കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ ആദ്യത്തെ റൗണ്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് സെറ്റോട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഇച്ചിരി വൃത്തിയായിരിക്കും കാണാം. അപ്പോൾ നമുക്ക് ഒരു സെറ്റോട് ഒന്ന് ഒട്ടിച്ച് നോക്കാം. ഇവിടെ ഇങ്ങനെ പുറത്തോട്ട് ഇട്ടേക്കണേ, ഇവിടെ കട്ട് ചെയ്യാൻ പോയി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക നല്ലോണം. അതുപോലെ തന്നെ 4 സൈഡ് ഒട്ടിക്കുക. ഇവിടെ വരുമ്പോൾ ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇത് ഈ കൊളുത്തിങ്ങനോണ്ട് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കറക്റ്റ് ചെയ്ത് ഒട്ടിക്കുക. കയറ്റി ഒട്ടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അളവിൽ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇവിടെ വരുന്നതൊന്ന് നമ്മൾ കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഫിനിഷാക്കിയിരിക്കുകയാണ്. നല്ല രീതിയിൽ ഫിനിഷായിട്ടുണ്ട്. തിരിച്ച് നോക്കാം, ഉണ്ടോ എത്ര മനോഹരമായിരിക്കുന്നു. ഇതിൻ്റെ പുറത്ത് നമ്മൾ ആ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. അവിടെ പുറത്തും പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈ ഫ്രെയിം ഒന്ന് ഈ ഫ്രെയിമേ വെള്ളം വേണമെന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സിന്തറ്റിക് ഫ്രെയിമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഫ്രെയിം സെറ്റായിരിക്കുകയാണ്. ഇങ്ങനെയുണ്ട് കാണാൻ, അടിപൊളിയല്ലേ. നമുക്ക് ഇപ്പോൾ എനിക്ക് മൊത്തത്തിൽ ചിലവായത് 160 രൂപയാണ്. 12 ഫ്രെയിം 160 രൂപ. എന്തായാലും നമ്മൾ പുറത്ത് പോയി ചെയ്ത് വരുമ്പോഴേക്കും ഇതിനൊക്കെ നല്ല റേറ്റ് വരും. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓൺലൈനിൽ നിന്നും ഈ ഫ്രെയിം കിട്ടാറുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ അതിനും റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ ആ ഫ്രെയിം വാങ്ങിച്ചിട്ട് നമുക്ക് പ്രിൻ്റ് അടിച്ച് ഇതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളതാണെന്ന് വെച്ചാൽ ഫ്രെയിം വാങ്ങിക്കുക, പ്രിൻ്റ് എടുക്കുക, പിന്നെ ഇതുപോലത്തെ ഒരു ടേപ്പും വാങ്ങിക്കുക. ഇത്രയുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ഓക്കെ അല്ലേ?